കാറ്റഗറിയിലും പെട്ടപ്പോ രാജാവിന്റെയോ രാജ്യഭരണങ്ങളിലോ യുദ്ധമോ ഒക്കെ ഉള്ളതിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന, ഈ കച്ചവടത്തിലൊക്കെ അസിസ്റ്റ് ചെയ്തിരുന്ന, അവരുടെ മാനേജീരിയൽ കാഡറിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരിൽപ്പെട്ടൊരു വർഗത്തിനെ ആയിരുന്നു അന്ന് ശൂദ്രന്മാരെന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഇതില് നമ്മുടെ കഥാനായകന്റെ പേര് അജാമിളൻ എന്നാണ്. ഈ അജാമിളന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇയാള് ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചതെങ്കിലും ഇയാളുടെ പ്രവൃത്തി മുഴുവനും വൃത്തികേടുകളായിരുന്നു. അതായത് മദ്യപാനം, ചൂതുകളി, അതുപോലുള്ള എല്ലാ ദുർപ്രവർത്തികളുടെയും ഒരു വിളനിലമായിരുന്നു ഈ അജാമിളൻ. പക്ഷെ അജാമിളൻ വിവാഹം കഴിച്ചിരുന്നു. അജാമിളന് കുറെ കുട്ടികൾ ഉണ്ടായി. അതിൽ അവസാനം ഉണ്ടായ ആൺകുട്ടിയാ, പിന്നെ കുട്ടികൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ കുട്ടിക്ക് ഇയാൾക്ക് തോന്നി, നാരായണൻ എന്നിടാം. അപ്പൊ എനിക്ക് നാരായണനെ പേരിയൊല്ലി വിളിക്കാമല്ലോ. കാരണം നിഷേധിയാണ് ഇയാള്. ഇപ്പൊ ഈശ്വരനെ പേരിയൊല്ലി വിളിക്കാനായിട്ട് എൻ മകനാ പേരങ്ങൾ ഇടാം എന്ന് ധരിച്ചിയാക്കിയിട്ട് അയാള് തൻ്റെ ഇളയ പുത്രന് നാരായണ എന്ന് പേരിട്ടു. ഇയാളുടെ ദുർപ്രവൃത്തിയും അയാളുടെ മദ്യപാനവും ഒക്കെ കൊണ്ട് അവസാനം വയസ്സ് അധികം എത്രതിന് മുമ്പ് തന്നെ ഇയാൾ രോഗഗ്രസ്തനായി, കിടക്കയിലായി. അതായത് സുഖമില്ലാണ്ട് കിടപ്പായി എന്നർത്ഥം. അങ്ങനെ കിടന്നപ്പോ എന്താ, മരണസമയമായി. ഇപ്പൊ നമ്മളുടെ ഇതിനകത്ത് പറയുന്ന എന്താ, മരിക്കാൻ കിടക്കുന്ന ഒരാളെ അയാളുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് കാലനോ യമധർമ്മനോ അവരുടെ അനുചരന്മാരോ കാലപാശമായിട്ട് വന്ന് നമ്മുടെ ആത്മാവിനെ കഴുത്തി കുടിക്കൊണ്ടുകൊണ്ട് പോകുന്നൊക്കെയാണ് നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിശ്വസിച്ച് വന്നേക്കുന്ന കാര്യം. അപ്പൊ എന്തായിക്കോട്ടെ, ആത്മാവിനെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് എന്നിട്ട് അയാളുടെ പാപപുണ്യങ്ങളുടെ കണക്കെടുത്തിട്ട് അതിൽ പുണ്യം കൂടുതൽ ചെയ്താൽ അയാൾക്ക് നല്ല ജന്മം അല്ലെങ്കിൽ നല്ല ഒരു ഗതി ആത്മാവിന് കൊടുക്കുക. പാപമാണ് ചെയ്തേക്കണമെങ്കിൽ ആ പാപത്തിന്റെ ഫലം അനുഭവിക്കുന്ന രീതിയിലുള്ള ജന്മം കൊടുത്ത് ആ പാപഫലങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുക അടുത്ത ജന്മത്തിൽ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇയാളുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നു. അപ്പൊ ഭീകരരൂപികളായിട്ടുള്ള ഈ കാലന്റെ കിങ്കരന്മാരെ കണ്ടപ്പോൾ ഇയാൾ പേടിച്ചുപോയി. അപ്പൊ ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ഒരു അഫെക്ഷൻ, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആരാ? എല്ലാവരും ഇയാൾ വെറുത്തു, ഭാര്യയും മക്കളൊക്കെ വെറുത്തു. എന്താ വെച്ചാൽ അതുപോലുള്ള പ്രവൃത്തിയാണ് ഇയാൾ ചെയ്യണത്. ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണ് ഇയാൾ ചെയ്യണത്. അടി ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, വെള്ളം അടിച്ചിട്ട് വഴി കിടക്കുക, അങ്ങനെയുള്ള തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഒരാള്. പക്ഷെ എന്തോ ഈ ഏറ്റവും ഇളയ ആളോട് വലിയ സ്നേഹമാണ്, അയാളോട് മാത്രമേ ഇയാൾക്ക് സ്നേഹിച്ചിട്ടുള്ളൂ, ഇളയ മകനല്ലേ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇളയ മകന്റെ പേര് നാരായണൻ എന്നാണ്. അപ്പൊ ഇയാള് പേടിച്ചിട്ട് ഒരു കാര്യവും മനസ്സിൽ ചിന്തിക്കാതെ നിഷ്കാമ കർമ്മത്തോടെ, അതായത് ഒരു കാമവും ഒരാഗ്രഹവും ഇല്ലാത്ത രീതിയിൽ ഒരൊറ്റ വിളിയാണ്, നാരായണ എന്നൊരൊറ്റ വിളി വിളിച്ചു. ഈ സത്യസന്ധമായ വിളി അങ്ങ് വൈകുണ്ഠത്തിലാ കേട്ടെ. വൈകുണ്ഠത്തിൽ നിന്ന് നേരെ വിഷ്ണുവിന്റെ ആൾക്കാർ വന്നു. വിഷ്ണുവിന്റെ വിളിച്ചേക്കല്ലേ, അവസാന സമയല്ലേ, വിളിക്കുമ്പോ പോവാണ്ടിരിക്കാൻ പറ്റുമോ? അമ്മാതിരി വിളിയാ വിളിച്ചേക്കണേ. അത് അങ്ങ് വരെ എത്തി. അത്ര ശുദ്ധഗതിയോടുള്ള വിളിയായിരുന്നു. ആ വിളി കേട്ട് വിഷ്ണുവിന്റെ ആൾക്കാരെത്തി. അവര് ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നു. അപ്പൊ കിങ്കരന്മാര് പറഞ്ഞു, ഇയാള് ദുഷ്ടനാണ്, ഇയാളെ പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ലോകം കണ്ടിട്ടില്ല. അപ്പൊ അയാളെ കൊണ്ടുപോയാൽ ശരിയാവുക? അത് ഇയാൾക്ക് നരകത്തിനൊരു മുതൽക്കൂട്ടാണ് ഇയാള്. അപ്പൊ അതുകൊണ്ട് ഇയാളെ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകണ്ടേ. എന്നിട്ട് ഇയാളുടെ ആത്മാവിനൊരു താൽക്കാലിക ശരീരം കൊടുത്ത് അതിനെ പീഡനകൾ അനുഭവിപ്പിച്ചിട്ടല്ലാണ്ട് ഇയാളുടെ ഈ തെറ്റുകളും മാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ലല്ലല്ലല്ല, അങ്ങനെ പറയരുത്, ഇയാൾ അവസാനം എന്നെയാണ് വിളിച്ചത്, അല്ലെങ്കിൽ എൻ്റെ യജമാനൻ വിഷ്ണുവിനെയാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ വന്നേ. കാരണം ഇയാള് ഒരു തവണയെങ്കിലും, എപ്പോഴും ഇയാൾ നാരായണന്ന് വിളിക്കേണ്ടത് അയാളുടെ മകനെയാണെങ്കിൽ ഇപ്രാവശ്യം വിളിച്ചത് മനസ്സിൽ തട്ടിയാണ്. പേടിയും ഭയവും ഒക്കെ കൊണ്ട് ഒരാശ്രയം എനിക്കിനി ആരുമില്ല എന്നുള്ളതില് നാരായണൻ മാത്രമേ ഉള്ളൂ എന്നുള്ള മാതിരിയുള്ള വിളിയാണ് വിളിച്ചേക്കണേ. ആ വിളിയില് ഞങ്ങൾക്ക് വരാതിരിക്കാനും ഇവരെ കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അജാമള മോക്ഷം നടന്നത്. അയാളിന് മോക്ഷം കിട്ടിപ്പോയത്.
അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്ന വേറൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കണല്ലേ ഇപ്പൊ വിചാരിച്ചു അപ്പൊ നമുക്ക് അവസാന കാലത്ത് മാത്രം കൊണ്ട് വിളിച്ചാൽ പോരെ. എന്തിനീ പാട് കഴിച്ചിട്ട് എപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ നാമം ചൊല്ലുക, അമ്പലത്തിൽ പോവുക, ഈശ്വരനെ വിചാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് മരിക്കാൻ നേരത്ത് അങ്ങോട്ട് വിളിച്ചാൽ പോരെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് ഒരു എക്സസൈസും ചെയ്യണില്ല, വീട്ടില് ഈ പഠിക്കുക, സ്കൂളിൽ ആരെങ്കിലും കൊണ്ട് വണ്ടിയിൽ കൊണ്ടാക്കും, അവിടെ നിങ്ങൾ പോരും, അവിടെ ഓടാനും കളിക്കണം, ഒന്നും പോകാത്ത ഒരാളോട് അന്ന് വണ്ടിയില്ല ഒന്നുമില്ല, സ്കൂളിൽ എത്തുകയും വേണം, സമയം അങ്ങോട്ട് പോയി, ഓടാണ്ട് രക്ഷയില്ല. ഓടാൻ പറ്റുമോ? പുറമോടും, അവിടെ കതച്ച് അവിടെ വീഴും വയ്യാണ്ട്. ആ സമയം എല്ലാ ദിവസവും ഓടി നടന്ന് സ്പീഡിൽ പോകുന്ന ഒരാളാണെങ്കിലും അയാൾ പുല്ല് പോലെ അങ്ങോട്ട് പോയി അവിടെ സ്കൂളിലെത്തും. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പരിശീലനമാണ് ഒരാളെ പൂർണ്ണനാക്കുക. അപ്പൊ ശരിക്ക് നമുക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഈശ്വരനെ വിളിക്കുന്നു. അതൊരു കാര്യം മാത്രം. ഈശ്വരനെ വിളിക്കുന്നതിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? നമ്മുടെ ക്ലേശങ്ങളൊക്കെ മാറ്റി, ദുഃഖങ്ങളൊക്കെ മാറ്റി ഒരു നല്ല മനസ്സ് നമുക്ക് തരും. ഈശ്വരൻ എന്നുള്ള വിശ്വാസത്തിൽ വിളിക്കുമ്പോൾ ആ സംഭവം നമുക്ക് കിട്ടും. അപ്പോ പ്രാർത്ഥന എല്ലാ ദിവസവും വേണം താനും. അത് നിഷ്കാമമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കണം. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ചോദിക്കാം. അർഹതയുള്ളതാണെങ്കിൽ നമുക്കത് കിട്ടും. അത് കിട്ടാനുള്ള പോം വഴി നമുക്ക് ഉണ്ടാക്കി തീർന്നു വെച്ചാൽ നമ്മളത് ആ പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ആ ഉദ്യമത്തിലെ വിജയത്തിന് വേണ്ടി നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി തരും ഈശ്വരൻ. അതാണ്. അപ്പൊ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഇതുകൂടി കഴിഞ്ഞാൽ ആമുഖം തീരാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹരിനാമ കീർത്തനത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന് ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു ഉര ചെയ്വതിന്നരുൾക നാരായണായ നമഃ.